ഹായ് ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 10th CBSE മാത്സിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററായ റിയൽ നമ്പേഴ്സിൻ്റെ എക്സാമ്പിൾ 5 ആണ്. പ്രൂവ് ദാറ്റ് റൂട്ട് 3 ഈസ് ഇറാഷണൽ. തൊട്ട് മുന്നത്തെ ക്ലാസ്സിൽ നമ്മളൊരു തിയറം പഠിച്ചായിരുന്നു, തിയറം 1.3 റൂട്ട് 2 ഈസ് ഇറാഷണൽ. അത് ചെയ്യുന്ന സെയിം മെത്തേഡ് തന്നെയാണ് റൂട്ട് 3 ഈസ് ഇറാഷണലും ചെയ്യുന്നത്. അപ്പോൾ അന്ന് നമ്മൾ പറഞ്ഞ കുറച്ച് കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടോയെന്ന് ചെക്ക് ചെയ്യാം. ആദ്യം റൂട്ട് 2 എന്താണെന്ന് നമ്മൾ എടുത്തു. ആദ്യം എന്തായിരുന്നു? ഒരു കോൺട്രഡിക്ഷൻ മെത്തേഡ് എടുത്തു അല്ലേ. റൂട്ട് 2 ഈസ് റാഷണൽ എന്നും പറഞ്ഞ് എടുത്തു. റൂട്ട് 2 ഈസ് റാഷണൽ ആണെങ്കിൽ അതിനെ നമുക്ക് P/Q ഫോമിൽ എഴുതാം. അപ്പം R/S എന്ന് പറഞ്ഞെടുത്തു. അപ്പോൾ R/S എന്ന് എടുത്തു കഴിഞ്ഞിട്ട് അതിനകത്തൊരു കോമൺ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു നമ്പർ ഉണ്ട്, അതിൻ്റെ കോമൺ ഫാക്ടർ 1 മാത്രമേ ആകാവൂ. അങ്ങനെയാണെങ്കിൽ എയും ബിയും കോ പ്രൈം ആണെന്ന് നമ്മൾ പറഞ്ഞു. സെയിം റൂട്ട് 3യുടെ കേസിലും നമ്മൾ അതുപോലെ തന്നെ ചെയ്യുന്നു. എന്താണ്? ഇറാഷണൽ ആണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തെടുക്കുന്നു? റൂട്ട് 3 ഒരു റാഷണൽ ആണെന്ന് എടുക്കുന്നു. റൂട്ട് 3 എന്തെന്ന് എടുക്കുന്നു? റാഷണൽ ആണെന്ന് എടുക്കുന്നു. റൂട്ട് 3 റാഷണൽ ആണെങ്കിൽ നമുക്ക് അതിനെ എങ്ങനെ എഴുതാം? P/Q ഫോമിൽ എഴുതാം. അപ്പോൾ റൂട്ട് 3 ഈക്വൽ ടു R/S എന്നെടുത്തു. ആറും എസും എന്താണ്? ഇൻറ്റിജേഴ്സ് ആണ്. ആറും എസും ഇൻറ്റിജേഴ്സ് ആണ്. എസ് നോട്ട് ഈക്വൽ ടു 0. ഓക്കെ, ഈ ആറും എസും സിംപ്ലിഫൈ ചെയ്യുമ്പോൾ അതിൻ്റെ സിംപ്ലിസിറ്റി ഫോമായിട്ട് കിട്ടുന്ന ഒരു നമ്പർ ഉണ്ട്. ആ നമ്പർ, അതായത് ആറിനെ ഒരു കോമൺ നമ്പർ കൊണ്ട് എസിൻ്റെയും ഒരു കോമൺ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് A/B കിട്ടുന്നു എന്ന് ഓർക്കുക. ഒരു നമ്പർ പറയുമ്പം 15 ഡിവൈഡഡ് ബൈ 10. 15നെ കോമൺ ആയിട്ട് നമുക്ക് എന്തെടുക്കാം? 5 എടുക്കാം. 10നെയും 5 എടുക്കാം. ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 3/2 അല്ലേ. ഈ 3/2ൻ്റെ കോമൺ ഫാക്ടർ എന്താവാൻ മാത്രമേ പാടുള്ളൂ? 1 ആവാൻ മാത്രമേ പാടുള്ളൂ. 3യും 2ഉം ചെക്ക് ചെയ്യുമ്പം ഇത് രണ്ടിനകത്തും കോമൺ ഫാക്ടർ 1. അപ്പം 3/2 എന്താണെന്ന് നമുക്ക് പറയാം? 3യും 2ഉം എന്താണെന്ന് നമുക്ക് പറയാം? കോപ്രൈം ആണെന്ന് പറയാം. അതേപോലെ ആറും എസും നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഒരു A/B കിട്ടി എന്ന് വിചാരിക്കുക. അപ്പോൾ എയും ബിയും എന്താണെന്ന്? കോപ്രൈം ആണെന്ന് എടുക്കാം. അപ്പോൾ അത്രയും നമുക്ക് നോട്ട് നമുക്ക് എഴുതാം. എങ്ങനെ എഴുതാം? let us assume to the contrary that root 3 is rational. So we can find integers R and S where S not equal to 0 such that root 2 equal to R/S. Suppose R and S have a common factor other than 1. Then we divide by the common factor to get root 3 equal to A/B. ഒരു കോമൺ ഫാക്ടർ കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് A/B എന്നാണ്. വേർ A and B are കോപ്രൈം and B not equal to 0. ഇത്രയൊക്കെയാണല്ലോ. നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മൾ എന്ത് ചെയ്തു?
ഇതിനെ ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. അപ്പോൾ എന്തെഴുതാം? √3 ഇൻറ്റു ബി ഈസ് ഈക്വൽ ടു എ എന്ന് കിട്ടി. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇതിനെ എന്ത് ചെയ്തു? നമ്മൾ സ്ക്വയറിങ് ചെയ്തു. സ്ക്വയറിങ് ഓൺ ബോത്ത് സൈഡ്സ് എന്ത് കിട്ടും? √3 ഇൻറ്റു ബി ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ. √3യുടെ സ്ക്വയർ എങ്ങനെ എഴുതാം? √3 ഇൻറ്റു √3 ദാറ്റ് ഈസ് √9 ഈക്വൽ ടു 3. 3b സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ എന്ന് പറഞ്ഞു. 3b സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ. ഇങ്ങനെ പറഞ്ഞാൽ എന്താണ്? ഈ എ സ്ക്വയറിനെ നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം അല്ലേ? അപ്പം എങ്ങനെ എഴുതാം? 3 ഡിവൈഡ്സ് എ സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ നമ്മൾ പഠിച്ച തിയറം 1.2 പഠിച്ചത് എങ്ങനെയായിരുന്നു? 3 ഡിവൈഡ്സ് എ ഇങ്ങനെ എഴുതാം അല്ലേ? അപ്പോൾ എഴുതണം ബൈ തിയറം 1.2. എന്താണ് തിയറം എഴുതുക? ലെറ്റ് പി ബി എ പ്രൈം നമ്പർ ഇഫ് പി ഡിവൈഡ്സ് a square, then p divides a, where a is any positive integer. ഇത്ര എഴുതാമല്ലോ. ഇതിന് നമുക്ക് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കാം. ഓക്കെ, അപ്പോൾ എന്താണ് പറഞ്ഞത്? എ സ്ക്വയറിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ പറയാം? എയും 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ എയെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്കൊരു നമ്പർ കിട്ടി, സി എന്ന് വിചാരിക്കുക. ഓക്കെ, a/3 ഈക്വൽ ടു നമുക്ക് എന്തെന്ന് കിട്ടി? സി എന്ന് കിട്ടി അല്ലേ? അപ്പം നമുക്ക് ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാമല്ലോ. a ഈസ് ഈക്വൽ ടു 3c, വെയർ c ഈസ് എനി പോസിറ്റീവ് ഇൻറ്റിജർ. ഓക്കെ ആണല്ലോ. ഇനി എന്ത് ചെയ്യാം? ഇതിനെ നമുക്കൊന്ന് സ്ക്വയർ ചെയ്യാം. സ്ക്വയറിങ് ഓൺ ബോത്ത് സൈഡ്സ്. സ്ക്വയർ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? എ സ്ക്വയർ ഈക്വൽ ടു 9c സ്ക്വയർ. നമ്മുടെ ഇക്വേഷൻ നമ്പർ 1 എന്തായിരുന്നു? സ്ക്വയറിങ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും നമുക്ക്? എ സ്ക്വയർ ഈക്വൽ ടു 9c സ്ക്വയർ അല്ലേ? അപ്പോൾ എന്താ നമുക്ക് ഇക്വേഷൻ നമ്പർ 1 ഓർമ്മയുണ്ടോ? എന്തായിരുന്നു? 3b സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ അല്ലേ? അപ്പോൾ ഈ എ സ്ക്വയർ ഈക്വൽ ടു 3b സ്ക്വയർ എന്ന് കിട്ടി. ഇവിടെ എ സ്ക്വയർ ഈക്വൽ ടു 9c സ്ക്വയർ. അപ്പം 9c സ്ക്വയർ ഈക്വൽ ടു 3b സ്ക്വയർ എന്ന് എടുക്കാമല്ലോ. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ഇൻ ഇക്വേഷൻ നമ്പർ 1 എന്ത് വരും? 3b സ്ക്വയർ ഈസ് ഈക്വൽ ടു 9c സ്ക്വയർ. ഇവിടുന്ന് ഒരു 3യും ഒരു 9ഉം ഉണ്ടല്ലോ, ക്യാൻസൽ ചെയ്യുമല്ലോ. അപ്പോൾ b സ്ക്വയർ ഈസ് ഈക്വൽ ടു 3 സ്ക്വയർ. b സ്ക്വയർ ഈക്വൽ ടു 3 സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ? ഈ b സ്ക്വയറിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം അല്ലേ? അപ്പോൾ എന്തെഴുതാം? 3 ഡിവൈഡ്സ് b സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ 3 ഡിവൈഡ്സ് b ബൈ തിയറം 1.2. എന്ത് കിട്ടി? ഒരു ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുക്കാം. നമുക്ക് എന്ത് കിട്ടി? ബി സ്ക്വയർ ഈക്വൽ ടു 3 സ്ക്വയർ. അതായത് ബി സ്ക്വയറിൻ്റെ ഒരു ഫാക്ടർ ആണ് 3. അങ്ങനെയാണെങ്കിൽ ബിയുടെ ഒരു ഫാക്ടറാണ് 3 അല്ലേ? തൊട്ട് മുമ്പ് ഇക്വേഷൻ നമ്പർ 1 നമ്മൾ എന്ത് പറഞ്ഞു? എ സ്ക്വയറിൻ്റെ ഫാക്ടറാണ് 3. അങ്ങനെയാണെങ്കിൽ എയുടെ ഫാക്ടറാണ് 3. അപ്പോൾ എക്കും ബിക്കും കോമൺ ഫാക്ടർ എന്ത് വന്നു? 3 എന്ന് വന്നു. അത് നമുക്ക് നമ്മുടെ ഇത് തെറ്റല്ലേ? നമ്മൾ ആദ്യം എടുത്തത് എങ്ങനെ? എയും ബിയും കോപ്രൈം ആണ് അല്ലേ? കോപ്രൈം ആണെങ്കിൽ അവരുടെ കോമൺ ഫാക്ടർ 1 മാത്രമേ വരാവൂ. നമ്മളിവിടെ ചെയ്തു വന്നപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 3 എയുടെയും ബിയുടെയും കോമൺ ഫാക്ടർ ആണെന്ന് കിട്ടി. അപ്പം നമ്മൾ എടുത്ത അസംഷൻ റോങ് അല്ലേ? അപ്പം നമുക്ക് എന്ത് എഴുതാം? ഫ്രം 1 and 2 3 is the common
factor of A and B. This contradicts the fact that A and B are coprime. Therefore, our assumption is wrong. So, root 3 is irrational. സിമ്പിൾ അല്ലേ? നമ്മൾ റൂട്ട് 2 ചെയ്ത പോലെ തന്നെ റൂട്ട് 3 എടുത്തു. റൂട്ട് 3 എടുത്ത് അതുപോലെ എന്ത് ചെയ്തു? ഒരു പിന്നെ പി ബൈ ക്യൂ ഫോമിൽ എടുത്തു. അവിടുന്ന് ഒരു കോമൺ ഫാക്ടർ എന്താണ് എ ബൈ ബി എന്ന് കിട്ടി. എയുടെയും ബിയുടെയും കോമൺ ഫാക്ടർ 1 മാത്രമേ ആകാവൂ എന്ന് പറഞ്ഞ് നമ്മൾ കോപ്രൈമാന്നും പറഞ്ഞെടുത്തു. അവിടുന്ന് നമ്മൾ സ്ക്വയർ ചെയ്തു. സ്ക്വയർ ചെയ്തപ്പം 3 ഡിവൈഡ്സ് എ സ്ക്വയർ എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ 3 ഡിവൈഡ്സ് എ എന്ന് എടുത്തു. നെക്സ്റ്റ് സ്റ്റെപ്പിൽ 3 ഡിവൈഡ്സ് ബി സ്ക്വയർ എന്ന് വന്നു. അങ്ങനെയാണെങ്കിൽ 3 ഡിവൈഡ്സ് ബി എന്ന് കിട്ടി. അപ്പോൾ എക്കും ബിക്കും കോമൺ ഫാക്ടർ 3 വന്നു. അത് നമ്മുടെ അസംഷൻ തെറ്റാണ് അല്ലേ? നമ്മൾ എടുത്തത് കോപ്രൈം ആയതുകൊണ്ട് എയുടെയും ബിയുടെയും കോമൺ ഫാക്ടർ 1 മാത്രമേ ആകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ 3 എന്താണ്? എയുടെയും ബിയുടെയും കോമൺ ഫാക്ടറാണ്. അപ്പോൾ ഇത് നമ്മുടെ അസംഷൻ തെറ്റായി. അപ്പോൾ നമുക്ക് എന്തെഴുതാം? റൂട്ട് 3 ഈസ് ഇറാഷണൽ എന്ന് എഴുതാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് മനസ്സിലായോ? എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.